എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. ചക്ക കുഴച്ചതും മീൻ കറിയും അല്ലെങ്കിൽ ചക്ക കുഴച്ചതും ചിക്കൻ കറിയൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണല്ലേ. അപ്പോൾ ഇത്രയും ടേസ്റ്റ് ആകുമ്പോൾ ഇത് ഉണ്ടാക്കാൻ ഭയങ്കര പാടായിരിക്കുമെന്ന് പലരും വിചാരിക്കുന്നുണ്ടാകും. പക്ഷേ ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം, അത്രയ്ക്ക് സിമ്പിളാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പഴുക്കാത്ത ചക്ക വേണം നമ്മൾ എടുക്കാനായിട്ട്. അതുപോലെ 3 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് നമ്മളിത് വേവിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു 3/4 ഭാഗത്തിലും കൂടുതലായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നാട്ടിപ്പോയപ്പോൾ അമ്മയുടെ റെസിപ്പി അതുപോലെ നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ചക്കയുടെ ഒരു ഭാഗവും നമ്മൾ കളയില്ല. ചക്കയുടെ ചുള മാത്രമല്ല, അതിൻ്റെ ചകിണിയും കുറച്ച് മടലും പിന്നെ ചക്കക്കുരുവും ഒക്കെ നമ്മൾ ചുരണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പീസസായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപോലെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഇത് കുക്കറിൽ വേവിക്കുമ്പോൾ നമ്മൾ ലാസ്റ്റ് എല്ലാം കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലായിട്ട് ഒരു 1.5 ടീസ്പൂൺ എണ്ണ കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ വെള്ളം ചേർത്ത് കൊടുത്ത് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. 3/4 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ ഒരു സ്റ്റീൽ ഗ്ലാസ്സിന് 3/4 ഗ്ലാസ് അളവിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അമ്മയൊക്കെ കൊല്ലത്തുണ്ടാക്കുന്ന ചക്ക കുഴച്ചത് വേവിക്കാൻ നേരം ഉപ്പും മഞ്ഞളും ഒന്നും ചേർക്കില്ല. ചിലർക്ക് അങ്ങനെ ചേർക്കാറുണ്ട്, പക്ഷേ നമ്മളങ്ങനെ ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ 1 വിസിലിനും പിന്നീട് മീഡിയം ഫ്ലെയിമിൽ 1 വിസിലിനും ടോട്ടൽ 2 വിസിലിനാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കുക്കറിൽ വേവിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നായി കിട്ടുമല്ലോ. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് വിസിലടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പൊന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെറിയ 4 അല്ലി വെളുത്തുള്ളിയും 3 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കങ്ങ് ഒരുപാട് തേങ്ങയൊന്നും വേണ്ട. ഒരു ചെറിയ മിക്സിയുടെ പകുതി ജാറളവിന് തേങ്ങ എടുത്താലും മതിയാകും. ഇതിലേക്ക് നമ്മുടെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ള് ജീരകം ചേർത്ത് കൊടുക്കാം, ചെറിയ ജീരകം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിലും കൂടുതലായിട്ട് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, അരയ്ക്കൊന്നും വേണ്ട. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് പൾസടിച്ച് നമുക്കെടുക്കാം. അപ്പോൾ നമ്മൾ തോരനൊക്കെ ചെയ്യുന്ന പോലെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ചക്കയൊക്കെ ഇവിടെ നല്ല വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ആ ജാറ് കഴുകി വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇതുപോലെ നമുക്കൊന്ന് പൊത്തി കൊടുക്കാം. ഒരുപാടിട്ട് മിക്സ് ചെയ്യേണ്ടതെന്ന് ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഏറ്റവും ചെറിയ തീയിൽ വേണം നമ്മൾ ഇത് അടച്ചു വെക്കാനായിട്ട്, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും ചെറിയ തീയിൽ 3 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഫ്ലേവറൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് കടുക് വറുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെറിയൊരു തട്ക പാനിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പം കടുകും ചെറിയുള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞതും 2-3 വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ചക്ക കുഴച്ചതിലേക്ക് ഇത് ചേർത്ത് കൊടുത്ത് അപ്പം തന്നെ ഒന്ന് കുറച്ച് സെക്കൻഡ്സ് ഒന്ന് അടച്ച് വെക്കാം. അതിനുശേഷം തുറന്നത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരു തടിത്തവി വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇത് കുഴയ്ക്കുന്ന സ്റ്റിക്കില്ലേ അത് വെച്ചിട്ടോ ഒക്കെ അടിപൊളിയായിട്ട് കുഴച്ചെടുക്കാം. ഈ സമയം നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല. സ്റ്റവിൽ നിന്ന് മാറ്റി വെച്ച് തന്നെ നല്ലപോലെ ഇത് കുഴച്ചെടുക്കാവുന്നതാണ്. നല്ല കുഴഞ്ഞ് കിട്ടണം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്താൽ പോരാ, ഇങ്ങനെ ഉടഞ്ഞ് വരണം. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗിവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഇത്രയ്ക്ക് സെൽഫ്ലെസ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് എനിക്ക് മാത്രമേ കാണത്തുള്ളൂ. അപ്പം കണ്ടു നോക്കാൻ ചിലപ്പോൾ നിങ്ങളായിരിക്കും വിന്നർ. അപ്പോൾ അതാ ഇങ്ങനെ നമ്മുടെ ചക്ക കുഴച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെളുപ്പമാണെന്ന് നോക്കി, കുക്കറിൽ നമ്മൾ ചക്ക വേവിച്ചു, തേങ്ങ അരച്ചെടുത്തു, കടുക് വറുത്ത് ചേർത്തു, എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുത്തു. ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അരപ്പിൻ്റെ മുകളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ചക്കയുടെ അളവിനും കൂടി ചേർത്ത് വേണം ഉപ്പിടാനായിട്ട്. നമ്മളിവിടെ ഒരു 1.5 ടീസ്പൂണിൽ കൂടുതലായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് ഒക്കെ പറയുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മടിക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.